മിസ്റ്റർ, വയനാടിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്നത് ഒരു നിരന്തര പ്രശ്നമാണ്. പക്ഷേ ഇവിടെ ഒരു മനുഷ്യ ജീവന് കടുവയ്ക്കിരയാകേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയുള്ള മനുഷ്യർ നാളെ ഞാനാണോ എന്ന ഭീതിയിൽ ആഴ്ന്നു പോയിരിക്കുന്നു. കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. എന്താണ് അവരോട് നമ്മൾ പറയുക? എന്താണ് ഇതിനൊരു പരിഹാരമുള്ളത്? അതെ, വയനാട് ജില്ലയിൽ ഇപ്പോൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇപ്പോൾ വർഷങ്ങളായിട്ട് തന്നെ വന്യമൃഗ സംഘർഷം ഇങ്ങനെ തുടർന്ന് വരികയാണ്. അതിൻ്റെ ഒരു അവസാനത്തെയാണ് ഇപ്പോൾ ഇന്ന് രാധേൻ്റെ ആക്രമണവും മരണവും ഒക്കെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സംബന്ധിച്ച് നമ്മൾ ഒരുപാട് കാലമായിട്ട് നമ്മൾ ഈ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു മനുഷ്യ അവകാശ ലംഘനമായിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ദീർഘകാലാടിസ്ഥാനത്തിലും ഒരു ദീർഘവീക്ഷണത്തോടും കൂടിയിട്ട് വേണം നമുക്ക് ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കാം. ഇത് നമ്മൾ എപ്പോഴും പറയുന്ന വാക്കുകളാണ്. സമാശ്വാസ വാക്കുകൾക്കൊക്കെ ഒരു പരിധി ഉണ്ടാകണമല്ലോ. നഷ്ടപ്പെടുന്നത് ജീവനാകുമ്പോൾ പ്രത്യേകിച്ചും ഇതിനൊരു പരിഹാരമാണ് വേണ്ടത്. നമുക്ക് നഷ്ടപരിഹാരം കൊടുക്കാനും ജോലി കൊടുക്കാനും ഒക്കെ കഴിയും. അത് ജീവന്റെ വിലയാകില്ല. നമ്മൾ ചർച്ച ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അത് കേട്ട് സമാധാനിക്കാൻ അവർക്ക് കഴിയുമോ? വീട്ടുവാതിൽ തുറന്ന് ഇരിക്കാൻ കഴിയാത്ത, കുഞ്ഞുങ്ങളെ മുറ്റത്ത് കളിക്കാൻ വിടാത്ത, സ്കൂളിൽ പഠിക്കാൻ വിടാൻ കഴിയാത്ത സാഹചര്യം, അതിന് ധൈര്യമില്ലാത്ത മനുഷ്യരായി മാറിയിട്ടുണ്ട് വയനാട്ടുകാർ. ഇപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു വസ്തുതയാണ്. പക്ഷെ നിങ്ങൾ ചോദിച്ചത് ഭാവിയിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു പോംവഴി അല്ലെങ്കിൽ ഒരു പരിഹാര മാർഗം എന്നുള്ളതാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ആ പരിഹാര മാർഗത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ലോക്കൽ ബോഡീസും ഗവൺമെൻറ്റും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വന്യമൃഗശല്യം ഇങ്ങനെ വർദ്ധിക്കുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ നമ്പർ ക്രമാതീതമായി വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ക്രമാതീതമായിട്ട് നമ്പർ വർദ്ധിക്കുമ്പോൾ അത്രയും വന്യജീവികൾക്ക് ആവശ്യമായിട്ടുള്ള ആവാസ കേന്ദ്രം ആവശ്യമാണ്. അതേപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണവും ആവശ്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ വയനാട്ടിൽ ജില്ലയിൽ ഇല്ലാതെ ആകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ ഒരു ഭാവി കണ്ടുകൊണ്ട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ നമ്പർ കുറയ്ക്കാനായി ആവശ്യമായിട്ടുള്ള നടപടികളും നിയമങ്ങളും നമ്മുടെ രാജ്യത്ത് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഈ നടപടികൾ, കടുവയെ വെടിവെക്കാനുള്ള തീരുമാനമടക്കം എന്തുകൊണ്ടാണ്? അതൊരു നരഭോജി കടുവയാണെന്ന തിരിച്ചറിവിൽ നിന്നാണ്. നമ്മുടെ ഒരു സഹജീവിയെ കൊണ്ടുപോയി കൊന്നു തിന്നു എന്നുള്ളത് കൊണ്ടാണ്. ആ ജീവൻ ഇല്ലാതെ പോയത് കൊണ്ട്. മറിച്ചായിരുന്നെങ്കിലോ നമ്മൾ കൂടെ വെച്ച് കാത്തിരുന്നേനെ. ജീവൻ നമുക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റുമോ? മിസ്റ്റർ, കേൾക്കാമോ? അതെ, അത് ശരി തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു നരഭോജി കടുവ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഇതിനെ വെടിവെച്ച് കൊല്ലാം. പക്ഷേ ഈ ഒരു കടുവിനെ വെടിവെച്ചത് കൊണ്ട് മാത്രം ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല. ഇപ്പോൾ കടുവിൻ്റെ ആക്രമണം മാത്രമല്ല, ആനേൻ്റെ ആക്രമണവും ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ഭാവിയിൽ ഞാൻ പറഞ്ഞല്ലേ, ഭാവിയിൽ അതിന് ആവാസ വ്യവസ്ഥ വേണ്ടേ? ആവാസ വ്യവസ്ഥ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ജനവാസ കേന്ദ്രത്തിലേക്ക് കടക്കും, ഇങ്ങനെയുള്ള ആക്രമണങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 1972 വൈൽഡ് ലൈഫ് ആക്ടിൽ ചില ഭേദഗതികൾ കാലാനുസൃതമായി കൊണ്ടുവരണമെന്ന് ആവർത്തിച്ച് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കള്ളിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് പരിശോധിക്കണ്ടേ? അത് പരിശോധിക്കണമെന്നുള്ളതാണ് കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിനിസ്റ്റർ, അവിടുത്തെ മനുഷ്യരെ കണ്ടു കാണുമല്ലോ ഇന്ന്. എന്തൊരു ഭീതിയാണ് അവരുടെ കണ്ണിലുള്ളത്, എന്തൊരു പേടിയാണ്. പല കാര്യങ്ങൾ അവർ ആവശ്യപ്പെട്ട് സാധ്യമായതെല്ലാം ആവശ്യപ്പെടുകയാണ് ജനങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ, അവരുടെ സ്വത്ത്, സുരക്ഷ, പ്രിയപ്പെട്ടവരൊക്കെയാണ് തുലാസിൽ നിൽക്കുന്നത്. അങ്ങനെ എത്ര കാലമാണ്? വിറ്റൊഴിഞ്ഞു പോകാൻ പറ്റുമോ ജനിച്ച് ജീവിച്ച ഇടങ്ങൾ മനുഷ്യർക്ക് അത്ര വേഗം? പരിഹാരമുണ്ടാക്കാനുള്ള നിലവിളികൾ ഒരു വശത്ത്, മറുവശത്ത് നിരന്തരം ജീവനഷ്ടം. വയനാടെന്ന് മാത്രമല്ല, മലയോര മേഖല മുഴുവൻ ഭീതി ഉണ്ടായിട്ടുണ്ട്. ഈ ഭീതി ഇന്നോ ഇന്നലെ അല്ലല്ലോ. ഈ ഭീതി ഉണ്ടാകാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇത് ആവർത്തിച്ച് നിങ്ങളും ഞാനും ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ കണ്ണ് തുറക്കേണ്ട ആൾക്കാർ കണ്ണ് തുറക്കണ്ടേ?
അതല്ല ഇവിടുത്തെ വിഷയം. ആരാണ് മിനിസ്റ്റർ കണ്ണടച്ചത്? ഇവിടെ അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 1972 വന്യമൃഗ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ളത്. അതിനുശേഷമല്ലേ നമ്മൾ ഈ വന്യമൃഗങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ടും നമ്പർ വർദ്ധിക്കും. സ്വാഭാവികമായിട്ടും ഒരു കടുവ ഒറ്റ പ്രസവത്തിന് എത്ര കുഞ്ഞുങ്ങളുണ്ടാവുന്നത് അല്ലേ? 4 കുഞ്ഞുങ്ങൾ 5 കുഞ്ഞുങ്ങളാണ് ഒരു കടുവ ഒറ്റ പ്രസവത്തിനുണ്ടാവുന്നത്. ഇത് ഒരു 5 വർഷം കഴിയുമ്പോൾ അത് വീണ്ടും 5 എണ്ണം പ്രസവിക്കാൻ തുടങ്ങും. ഒരു 10-20 വർഷം കൊണ്ട് എത്രയാണ് ഇത് പെരുകുന്നത്? ഒരു കടുവേൻ്റെ ഒരു ടെറിട്ടോറിയൽ ഏരിയ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത്രയും ഭൂവിസ്തൃതി ഓരോ കടുവയ്ക്കും വേണ്ടേ? അതിനുള്ള ആവാസ വ്യവസ്ഥ ഇന്ന് വയനാട് ജില്ലയിലുണ്ടോ? അതല്ല വിഷയം. മിനിസ്റ്റർ, ഇപ്പോൾ ആരെ വിശ്വസിക്കണമെന്നറിയില്ല അവിടെയുള്ളവർക്ക്. ഇന്ന് മിനിസ്റ്റർ അവിടെ ചെല്ലുമ്പോൾ അങ്ങേക്കെതിരെ പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. അങ്ങ് വനമന്ത്രിയല്ല, പക്ഷെ വയനാട്ടിൽ നിന്നുള്ള മന്ത്രിയാണ്. അവരുടെ ആവശ്യങ്ങളെ റെപ്രസെന്റ് ചെയ്യേണ്ട ആളാണ്. സംവിധാനത്തോടുള്ള വിശ്വാസം പോലും മനുഷ്യർക്കില്ലാതെ ആകുന്നുണ്ട്. ആരോട് പറയണം എന്ന് അവർക്കറിയില്ല. അത് ജനങ്ങൾക്ക് വിശ്വാസക്കേട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും വസ്തുതയാണ്. കാരണം ഇന്ത്യയിലെ വന്യമൃഗ സംരക്ഷണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മാത്രമല്ലേ നമുക്ക് ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതൊരു വസ്തുതയല്ലേ? അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണ്ടേ? ശരിയാണ്. പക്ഷേ ഈ വിഷയം കൂടുതൽ വലിയ പ്രാധാന്യത്തോടെ സർക്കാർ അടിയന്തരമായി പരിഗണിക്കണം എന്നതാണ് ആ മനുഷ്യരുടെ ആവശ്യം. അങ്ങ് അതിന് നേതൃത്വം നൽകണം. കടുവ പിടിച്ചുകൊണ്ടുപോയി ഭക്ഷിക്കുക എന്നൊന്നും ഒരു മനുഷ്യനും ഉണ്ടാകാൻ പാടില്ലാത്ത ഗതികേടാണ്. അങ്ങനെയാണ് ഇനി അങ്ങനെ ഒരു വാർത്ത. അതെ, ഞാൻ രാവിലെ മീഡിയക്കാരോട് ഞാൻ പറഞ്ഞല്ലോ, മീഡിയക്കാരുടെ സപ്പോർട്ടും വേണം. മീഡിയക്കാർ എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ടല്ലോ. ഈ 72 വൈൽഡ് ഫാക്ട് ഭേദഗതി ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മീഡിയൻ്റെ ഭാഗത്തുനിന്ന് ഉയർത്തിക്കൊണ്ട് വരണം. ഇതിൻ്റെ ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. ശരിയാണ്, ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. ശരി മിനിസ്റ്റർ, നമുക്ക് ഒന്നിച്ചു തന്നെ മുന്നോട്ട് പോകേണ്ടത് ഒരു ആവശ്യകതയുമുണ്ട്. വളരെയധികം ഞങ്ങളോട് സംസാരിച്ചതിനുള്ള നന്ദി കൂടി അങ്ങയോട് അറിയിക്കുകയും ചെയ്യുന്നു.